പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലിരുന്ന് ഈ കരുണയുടെ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവരാണ് നമ്മൾ. നമ്മുടെ മേൽ, ലോകം മുഴുവൻ്റെ മേലും, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹം, ദൈവത്തിൻ്റെ കാരുണ്യ സ്നേഹം നമ്മുടെ മേൽ വർഷിക്കപ്പെടുന്ന സമയമാണ്. ദിവ്യകാരുണ്യം നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയം. ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണ് ദിവ്യകാരുണ്യത്തിൽ നമ്മൾ കാണുക. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുഖമാണ് ദിവ്യകാരുണ്യത്തിൽ നമ്മൾ ദർശിക്കുക. നമുക്ക് ആ ബോധ്യത്തോടെ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ അല്പസമയം സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് ആരാധിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, അവിടുന്ന് ചെയ്ത എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ മേലൊരു പുതിയ അഭിഷേകം ഭക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുണയുടെ അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ മണിക്കൂറിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ആഗ്രഹിക്കാം. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ അവിടുന്ന് സംപ്രീതനാകണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നതെല്ലാം നൽകി അനുഗ്രഹിക്കണമേ. ഈ സമയം ഞങ്ങൾ പ്രത്യേക നിയോഗങ്ങളായിട്ട് തിരുസന്നിധിയിൽ വയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. അതെല്ലാം അവിടുന്ന് നടത്തി തരണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഉസസ്ഥാനങ്ങളിരിക്കാം. അല്പസമയം വചന വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ആ കരുണ പ്രാപിക്കുന്നതിന് നമുക്ക് കരുണയുടെ ജപമാലയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ബൈബിളിൽ നമ്മൾ കാണുന്നൊരു വചനം, അതിൻ്റെ വെളിച്ചത്തിൽ വിശുദ്ധ ഫൗസ്റ്റീന അവരുടെ ഡയറിയിൽ കുറിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതാണ് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. നിയമാവർത്തനം പുസ്തകം 4-ാം അധ്യായം 31-ാമത്തെ വചനം. നിയമാവർത്തനം 4:31 വായിക്കുമ്പോൾ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം കാണാൻ പറ്റും. നിങ്ങളുടെ ദൈവം കരുണയുള്ള ദൈവമാണ്. നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്, നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ്. അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ ഇല്ല. ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹമാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തത അചഞ്ചലമാണ്. ഇതെല്ലാം വചനം നമ്മെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതിൻ്റെ വെളിച്ചത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവം ഒരിക്കലും നമ്മെ കൈവിടത്തില്ല, ദൈവം ഒരിക്കലും നമ്മെ നശിപ്പിക്കത്തില്ല. നമ്മളായിട്ട് നശിച്ചെങ്കിലേ ഉള്ളൂ, നാശത്തിൻ്റെ മാർഗത്തിലൂടെ പോയെങ്കിലേ ഉള്ളൂ. ഒരിക്കലും ദൈവം നാശത്തിൻ്റെ വക്കിലിരിക്കുന്നവരെ പോലും എങ്ങനെയെങ്കിലും തിരിച്ചു പിടിച്ച് നന്മയിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്ന, പരിശ്രമിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പം അതുകൊണ്ട് ഈ വചനം നമുക്ക് നൽകുന്നത് കാതലായ ഒരു സന്ദേശമാണ്. നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ്. അവിടുന്ന് നമ്മെ കൈവിടത്തില്ല, അവിടുന്ന് നമ്മെ നശിപ്പിക്കത്തില്ല. ഈ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച്, ഈ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച്, ഈ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് കരുണയ്ക്ക് ഒരു കുറവും വരത്തില്ല എന്നുള്ളത് ഈ വചനഭാഗങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ വെളിച്ചത്തിൽ തന്നെ നമുക്ക് വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി 1447 ഈ പാരഗ്രാഫിൻ്റെ കാതലായ ഒരു സന്ദേശം അത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. 1447-ാമത്തെ പാരഗ്രാഫ് വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ നിന്നുള്ളത്. എൻ്റെ ഹൃദയം നിറയെ കരുണയും സ്നേഹവുമാണ്. ദൈവം യേശു വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തൊരു കാര്യം, അതാണ് അവർ കുറിച്ച് വച്ചിരിക്കുന്നത്. എൻ്റെ ഹൃദയം നിറയെ കരുണയും സ്നേഹവുമാണ്.
ഈ ദൈവത്തെ നമ്മൾ അറിയണം, ഈ ദൈവത്തിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കണം, ഈ ദൈവത്തിൽ ആശ്രയിക്കണം, ഈ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. അങ്ങനെയുള്ളിടത്ത് കർത്താവിൻ്റെ കരുണയുടെ പ്രവാഹം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യങ്ങളാണ്. ഏതാനും വചനങ്ങൾ കൂടി നമുക്ക് എടുക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഹുസ്റ്റീനായുടെ ഡയറിയിൽ കുറിച്ചതിൻ്റെ വെളിച്ചത്തിൽ എഴുതിയ ഒരു ചാക്രിയ ലേഖനം ദിവസ് ഇൻ മിസറിക്കോദിയ. ഞാൻ അതിൻ്റെ അർത്ഥം നമുക്കറിയാം. ഇതിനോട് നമ്മൾ പല പ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഗാഡ് ഈസ് റിച്ച് ഇൻ മേഴ്സി. ദൈവം കരുണയാൽ സമ്പന്നം. വലിയ ബോധ്യത്തോടെ കർത്താവിൻ്റെ കാരുണ്യം അനുഭവിച്ചുകൊണ്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കുറിച്ചു വെച്ച കാര്യങ്ങളാണ്. അദ്ദേഹമാണ് ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാളായിട്ട് ആഗോള സഭ ആഘോഷിക്കണം എന്ന് ആഹ്വാനം ചെയ്തത്. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ദൈവത്തെ നമ്മൾ ഒരിക്കലും മറക്കരുത്. ദൈവം കരുണയാൽ സമ്പന്നം. ഏത് കൊടിയ പാപിക്കും ദൈവത്തിൻ്റെ കരുണയ്ക്ക് അർഹതയുണ്ട്, അനുദപിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് തിരിയുന്നെങ്കിൽ. ആ അനുതാപം, ആ തിരിച്ചു വരവ്, അതൊക്കെയാണ് ദൈവം ആവശ്യപ്പെടുന്നത്. അതിന് നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവ കരുണയ്ക്ക് നമ്മൾ അർഹരാകും. എന്നോടിനി ദൈവം കരുണ കാണിക്കില്ല, എനിക്കിനി രക്ഷയില്ല, എല്ലാം നമ്മൾ ഒന്ന് ചേർത്ത് വെച്ച് കാണുമ്പോൾ നമുക്കറിയാം ദൈവകരുണയാണ് അവിടെ പ്രധാനമായിട്ടും പ്രകടമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 1 യോഹന്നാൻ 4-ാം അധ്യായം 8-ാമത്തെ വചനവും 16-ാമത്തെ വചനവും. 1 യോഹന്നാൻ 4-ന്റെ 8-ഉം 16-ഉം നമ്മെ ഒരുപോലെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ സ്നേഹം കരുണാർദ്ര സ്നേഹമാണ്, കാരുണ്യം നിറഞ്ഞ സ്നേഹം. അതാണ് ദൈവത്തിൻ്റെ സ്വഭാവം, അതാണ് ദൈവം നമ്മളോട് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ ദൈവത്തെ അറിഞ്ഞ് ഈ ദൈവത്തെ സ്നേഹിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കും ആ ദൈവത്തിൻ്റെ സ്വഭാവം ലഭിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. എഫേസസ് 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വചനം. എഫേസസ് 2-ന്റെ 4 വായിച്ചാൽ അവിടെയും നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്. ദൈവം കരുണയിൽ സമ്പന്നനായ ദൈവമാണ്. സമ്പന്നത, പ്രത്യേകിച്ച് കരുണയുടെ കാര്യത്തിൽ, അതാണ് ദൈവത്തിൽ നമുക്ക് കാണാൻ പറ്റുക. ഇത് പൗലോസ്ലീഹ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദൈവം കരുണയിൽ സമ്പന്നനായ ഒരു ദൈവമാണ്. സങ്കീർത്തനം 103 അതിൻ്റെ 8-ാമത്തെ വചനം എടുത്താൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. കർത്താവ് ആർദ്ര ഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനാണ്, സ്നേഹനിധിയാണ്. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ ചേർത്ത് വച്ചിരിക്കുന്നത്, ദൈവത്തെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് ദൈവത്തെ അറിഞ്ഞവർക്ക് ഈ കാര്യങ്ങൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ അറിഞ്ഞ് ഇവ അംഗീകരിച്ച് മുമ്പോട്ട് പോകുന്നവർ ഒരിക്കലും കരുണയുടെ ദാരിദ്ര്യം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കില്ല. നമ്മുടെ ദൈവം ആർദ്ര ഹൃദയനാണ്, കാരുണ്യവാനാണ്, ക്ഷമാശീലനാണ്, സ്നേഹസമ്പന്നനാണ്. 4 കാര്യങ്ങൾ സങ്കീർത്തനം 103 8-ാമത്തെ വചനത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാമത്തെ വചനം പല പ്രാവശ്യം നമ്മൾ ധ്യാനിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണ്. കാരണം നമുക്ക് കരുണ ലഭിക്കാൻ നമ്മെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കാര്യം ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പം അതുകൊണ്ട് കരുണ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവര് ഈ വചനം പറയുന്നത് നിറവേറ്റണം. അതൊരു വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥ പാലിക്കുന്നിടത്താണ് കർത്താവ് വാഗ്ദാനം നിറവേറ്റുന്നത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഇവിടെ എന്താ കർത്താവ് പറയുക? പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം. എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറ വരെ ഞാൻ കരുണ കാണിക്കും. അത് വലിയൊരു വാഗ്ദാനമാണ്. 1000 തലമുറ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? 1000 തലമുറ വരെ ഞാൻ കരുണ കാണിക്കും. അതിന് ചെയ്യേണ്ട കാര്യം ദൈവത്തെ സ്നേഹിക്കുന്നവരായി മാറണം, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവരായിട്ട് മാറണം. ശരിക്കും ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവിടുത്തെ കൽപ്പന പാലിക്കും. യോഹന്നാൻ 14-ന്റെ 15-ാമത്തെ വചനം പഠിപ്പിക്കുന്ന അതാണ്.
നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പന പാലിക്കും. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കേണ്ടത് കൽപ്പന പാലിക്കുന്നതിലൂടെയാണ്. അല്ല കൂടെ കൂടെ ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിലൂടെയല്ല. അങ്ങനെ പറയാൻ എളുപ്പമാണ്. ഇനി അത് സത്യമാണെന്ന് നമ്മൾ തെളിയിക്കുന്നത് കൽപ്പനകൾ പാലിക്കുന്നതിലൂടെയാണെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം പിടിക്കണം. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരായി മാറണം. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരായിട്ട് നമ്മൾ മാറണം. അങ്ങനെയുള്ളവർക്ക് കരുണ ലഭിക്കും. അവർക്ക് മാത്രമല്ല 1000 തലമുറ വരെ കർത്താവ് കരുണ കാണിക്കും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സങ്കീർത്തനം 103 17 അതുപോലെ 11 17 ഈ 2 വചനങ്ങളും ഒരേ കാര്യം പഠിപ്പിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ദൈവകരുണ എത്രമാത്രം ഉന്നതമാണ്, ഉയർന്നു നിൽക്കുന്നതാണ്. ഇനി അതിൻ്റെ വ്യാപ്തി അത്ര ചെറുതല്ല എന്നുള്ളത് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഭൂമിക്ക് മേൽ ഉയർന്നു എടുത്ത് കാണിക്കുന്ന 2 വചനങ്ങളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ വെളിച്ചത്തിൽ നമ്മുടെ ദൈവം കാരുണ്യവാനാണ്. ദൈവകരുണയ്ക്ക് നമ്മൾ തിരിയേണ്ടത് നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തന്നെയാണ്. ആ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് വിളിച്ചപേക്ഷിച്ചാൽ ഈ കരുണ നമുക്ക് ലഭിക്കും എന്നുള്ള ആ ഒരു ബോധ്യത്തോടുകൂടി ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിന്റെ മേലും ലോകം മുഴുവന്റെ മേലും വർഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിക്കാം. നമുക്കറിയാവുന്ന ചില വ്യക്തികൾ, കുടുംബങ്ങൾ, ദൈവത്തിൻ്റെ കരുണ പ്രത്യേകം ആവശ്യമായിട്ടുള്ള കുടുംബങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾ പറഞ്ഞേൽപ്പിച്ചിട്ടുള്ളവരുണ്ടാകാം. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ആവശ്യങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി പിതാവായ ദൈവം അതെല്ലാം ഏറ്റെടുക്കുന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ കർത്താവ് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം അവിടുന്ന് ഏറ്റെടുക്കണമേ. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും നീക്കും സ്തുതി ഉണ്ടായിരിക്കട്ടെ.